കാട്ടിൽ ഒരുപാട് വന്യമൃഗങ്ങളുണ്ടെങ്കിലും കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾ വരെ പറയുന്ന പേരാണ് സിംഹം. സിംഹം മുന്നിൽ വരുമ്പോൾ മറ്റു ജീവികൾ എന്തിനാണ് ഇത്രയധികം പേടിക്കുന്നത്? കാട്ടിൽ സിംഹത്തേക്കാൾ വലിപ്പമുള്ളതും വേഗതയുള്ളതുമായ മറ്റൊരുപാട് ജീവികൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് സിംഹം മാത്രം കാട്ടിലെ രാജാവായത്? അതിനു മാത്രം എന്ത് പ്രത്യേകതയാണ് മറ്റു ജീവികളിൽ നിന്നും സിംഹത്തിനുള്ളത്? ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ പൂച്ചകൾ മറ്റു ജീവികളുമായി ഒരു പേടിയും കൂടാതെ ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമുക്കൊന്ന് കാണാൻ കഴിയും. അതിന്റെ റീസൺ എന്താണെന്നാൽ പൂച്ചകളും പുലികളും സിംഹങ്ങളുമെല്ലാം ഒരേ ഫാമിലിയിൽ തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് ഇവറ്റകൾക്ക് പേടി വളരെ വളരെ കുറവായിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തന്നേക്കാൾ വലിപ്പമുള്ള ഏത് ജീവി മുന്നിൽ വന്നു നിന്നാലും ഒരു തരി പോലും ഭയപ്പെടാതെ വിട്ടുകൊടുക്കാതെ സിംഹം ഫൈറ്റ് ചെയ്യും. ഇവയിൽ ആൺസിംഹത്തിനും പെൺസിംഹത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആൺസിംഹത്തിന്റെ വെയിറ്റ് 170 മുതൽ 230 കിലോ വരെ ആയിരിക്കും. എന്നാൽ പെൺസിംഹത്തിന്റെ വെയിറ്റ് 120 മുതൽ 180 കിലോ വരെ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് വേട്ടയാടാൻ ആൺസിംഹങ്ങളെക്കാൾ കൂടുതൽ കഴിവ് പെൺസിംഹങ്ങൾക്കാണ്. ഇന്ന് ഈ ലോകത്ത് 2 തരം ഇനത്തിൽപ്പെട്ട സിംഹങ്ങളാണുള്ളത്. ഒന്ന് ആഫ്രിക്കനും മറ്റൊന്ന് ഏഷ്യാറ്റിക്കും. ആൺസിംഹത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്നാൽ അതിന്റെ ഹെയർ ആണ്. സോ മൊത്തം കാടിനും ഒരേ ഒരു സിംഹം മാത്രമായിരിക്കില്ല രാജാവ്. ഓരോ ടെറിറ്ററികളായി തരംതിരിച്ച് ഓരോ ടെറിറ്ററിക്കും ഓരോ സിംഹങ്ങൾ വീതമായിരിക്കും രാജാവ്. തന്റെ ടെറിറ്ററിയിൽ മറ്റൊരു സിംഹത്തെ രാജാവാകാൻ അത് സമ്മതിക്കില്ല. അങ്ങനെ രാജാവാകണമെങ്കിൽ പരസ്പരം ഫൈറ്റ് ചെയ്ത് തോപ്പിക്കണം. ജയിക്കുന്ന സിംഹമായിരിക്കും അവിടുത്തെ രാജാവ്. ആൺസിംഹങ്ങൾ ജനിച്ച് ഏകദേശം 4 വയസ്സുവരെയായിരിക്കും അതിന്റെ ഫാമിലിയോടൊപ്പം ഉണ്ടാവുക. അതിനുശേഷം ഈ ആൺസിംഹങ്ങൾ ഓരോ ഏരിയയിലേക്ക് പോയി അവിടെ വളർന്ന് അവിടുത്തെ മറ്റു സിംഹങ്ങളെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് അവിടുത്തെ രാജാവാകാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഈ ആൺസിംഹങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നാൽ ആൺസിംഹങ്ങൾ ഒരു സ്ഥലത്ത് വെറുതെ കിടക്കുകയാണെങ്കിൽ പോലും അവ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ ഗർജിച്ചുകൊണ്ടിരിക്കും. സിംഹത്തിന്റെ ഈ ഗർജനം കേൾക്കുമ്പോൾ മറ്റു ജീവികൾക്ക് മനസ്സിലാവും ആ ഏരിയയിൽ സിംഹമുണ്ടെന്നും അതുവഴി പോയാൽ സിംഹം അറ്റാക്ക് ചെയ്യുമെന്നും. അതുകൊണ്ട് മറ്റു ജീവികൾ ഇങ്ങനെ സിംഹത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവിടുന്ന് വഴിമാറിപ്പോകാറാണ് പതിവ്. സിംഹമല്ലാതെ കാട്ടിലെ മറ്റു വന്യജീവികൾ ഇരകളെ വേട്ടയാടുമ്പോൾ വിശപ്പ് തീരുന്നതുവരെ തിന്നിട്ട് ബാക്കിയുള്ള മാംസം എടുത്തുകൊണ്ടുപോയി പിന്നീട് കഴിക്കാൻ സേഫാക്കി വെക്കും. എന്നാൽ സിംഹങ്ങൾ പൊതുവെ എങ്ങനെയാണെന്നാൽ ഓരോ മൃഗങ്ങളെ ആക്രമിച്ച് വിശപ്പ് തീരുന്നത് വരെ കഴിച്ചിട്ട് ബാക്കി അവിടെ ഇട്ടിട്ട് പോകും. മറ്റു ജീവികളെ പോലെ ബാക്കി എടുത്തുകൊണ്ടുപോയി മാറ്റിവെക്കാറില്ല. കാരണം സിംഹത്തിനറിയാം താനാണ് ഇവിടുത്തെ രാജാവെന്നും അതുകൊണ്ട് മറ്റു ജീവികളെ തനിക്ക് എപ്പോ വേണമെങ്കിലും വേട്ടയാടി കഴിക്കാമെന്നും. ആ ഒരു ധൈര്യമാണ് സിംഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. സിംഹം മറ്റു ജീവികളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ തന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് എതിരെ നിൽക്കുന്ന മൃഗത്തെ ഒരടിയടിക്കും. ഈ ഒരടി കൊള്ളുമ്പോൾ തന്നെ ഓപ്പോസിറ്റുള്ള മൃഗം ഏകദേശം പാതി തളർന്ന അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് സിനിമയിലെല്ലാം സിംഹത്തിന്റെ അടിക്ക് 1.5 ടൺ വെയിറ്റ് ആണെന്ന് പറയുന്നത്. സിംഹം ഒരുപാട് ജീവികളെ വേട്ടയാടുമെങ്കിലും തന്നേക്കാൾ ചെറിയ മൃഗങ്ങളെ ഒരിക്കലും ആക്രമിക്കാറില്ല. ഒന്നെങ്കിൽ സിംഹത്തിന്റെ അതേ സൈസുള്ള മൃഗമായിരിക്കണം, അല്ലെങ്കിൽ സിംഹത്തേക്കാൾ വലിപ്പമുള്ള മൃഗമായിരിക്കണം. അങ്ങനെയുള്ള ജീവികളെ വേട്ടയാടി തിന്നുന്നതിലാണ് സിംഹങ്ങൾ പൊതുവെ ഹരം കണ്ടെത്തുന്നത്. സിംഹം തനിച്ച് വെറുതെ നടന്നു പോകുമ്പോൾ തന്റെ ചുറ്റിനും ഏതെല്ലാം മൃഗങ്ങളുണ്ടെന്നും അവ എത്ര എണ്ണം ഉണ്ടെന്നുമെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. സിംഹത്തിന്റെ നടത്തവും ആറ്റിറ്റ്യൂഡും കണ്ണുകളിലെ ധൈര്യമെല്ലാം കാണുമ്പോൾ മറ്റു മൃഗങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി സിംഹത്തോട് ഒരു പേടിയും ബഹുമാനവും ഒക്കെ തോന്നും. മറ്റു മൃഗങ്ങൾ അവരെക്കാൾ വലിയ മൃഗങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ ഒന്ന് പേടിക്കും. എന്നാൽ സിംഹങ്ങൾ പൊതുവെ അങ്ങനെയല്ല. സിംഹത്തിനറിയാം തന്റെ ശക്തി എന്താണെന്നും മറ്റു മൃഗങ്ങളെ എങ്ങനെ തോൽപ്പിക്കണമെന്നും. ഇനി മറ്റു മൃഗങ്ങളുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ സിംഹം ജയിക്കണമെന്നില്ല. എന്നാൽ എത്രയൊക്കെ അടികിട്ടിയാലും പേടിച്ച് പിന്മാറാതെ വീണ്ടും വീണ്ടും സിംഹം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ജയിക്കുന്നതുവരെ. സിംഹത്തിന് വിശപ്പില്ലാത്ത സമയത്ത് എത്രയൊക്കെ മൃഗങ്ങൾ തന്റെ അടുത്തുണ്ടെങ്കിലും സിംഹം അതിനെ ഒന്നും വേട്ടയാടി തിന്നില്ല. എന്നാൽ വിശന്നിരിക്കുന്ന സമയത്താണെങ്കിൽ ഒന്നിനെയും സിംഹം വെറുതെ വിടില്ല. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സിംഹത്തിന്റെ റേഞ്ച് എന്താണെന്ന്. സിംഹം ആ നടത്തത്തിൽ തന്നെ തെളിയിക്കുന്നുണ്ട് ഞാനാണ് ഈ കാട്ടിലെ രാജാവെന്ന്. സിംഹത്തിന്റെ കണ്ണുകളിൽ ഒരിക്കലും ഭയം കാണാനാവില്ല. ഈ ഒരു പിക്ചറിൽ തന്നെ നോക്കിയാൽ അറിയാം സിംഹത്തിന് ചുറ്റും എത്രയോ മൃഗങ്ങളുണ്ട്. എന്നാൽ അതിനെയൊന്നും സിംഹം വകവയ്ക്കുന്നത് പോലുമില്ല. എന്നാൽ മറ്റു മൃഗങ്ങളെല്ലാം സിംഹത്തെ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സിംഹത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നും ഇനി സിംഹമെങ്ങാനും ഒറ്റയടിക്ക് ഞങ്ങളെ ആക്രമിക്കാൻ വരുമോ എന്നുള്ള പേടി കൊണ്ടാണ് മറ്റു മൃഗങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. സോ എന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് ആരോടും നമ്മൾ റെസ്പെക്ട് ചോദിച്ചു വാങ്ങരുത്. നമ്മുടെ ബോഡി ലാംഗ്വേജും കണ്ണുകളിലെ ധൈര്യവും കോൺഫിഡൻസും കണ്ട് ഓട്ടോമാറ്റിക്കായി മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യണം, ഒരു സിംഹത്തെ പോലെ.